SEBI, Securities Exchange Board of India. In this video, we are going to discuss about an important apex institution of secondary market, SEBI. So, we are going to discuss objectives, organization structure, functions, powers, legal framework of SEBI and role of SEBI in investor protection. Okay, so SEBI was actually established in the year 1988. 1988-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്കിലും അതിന് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടിയത് 1992-ലാണ്. അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ സെബി ആക്ട് 1992 പാസ്സാക്കിയതിന് ശേഷമാണ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കിട്ടിയത്. ഓക്കെ, സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അതിന് റീജിയണൽ ഓഫീസുകളുണ്ട്. നോർത്തേൺ, ഈസ്റ്റേൺ, സത്തേൺ ആൻഡ് വെസ്റ്റേൺ റീജിയണൽ ഓഫീസസ് ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് അഹമ്മദാബാദ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, then controller of capital issues was the regulatory authority before SEBI came into existence. ആദ്യം സെക്യൂരിറ്റി മാർക്കറ്റിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസ് CCI ആയിരുന്നു. അതിനുശേഷമാണ് ഈ സെബി നിലവിൽ വന്നത്. ഓക്കെ, ഈ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് അതോറിറ്റി ക്യാപിറ്റൽ ഇഷ്യൂസ് കൺട്രോൾ ആക്ട് 1947 പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡി ആയിരുന്നു. പിന്നീടാണ് അത് സെബി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, സോ സെബിയുടെ ഒബ്ജക്റ്റീവ്സിലേക്കൊക്കെ കിടക്കുന്നതിന് മുന്നേ എന്താണ് ഈ സെബി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണങ്ങൾ പലതാണ്. അതായത് ആദ്യം കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ കൺട്രോൾ ചെയ്യാനുണ്ടെങ്കിലും അവിടെ സെക്കൻഡറി മാർക്കറ്റിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് മനഃപൂർവ്വമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പുഷപ്പ് ഉണ്ടാക്കുക, പ്രൈസിൽ ഇൻക്രീസ്, ആർട്ടിഫിഷ്യലായിട്ട് ഇൻക്രീസ് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ട് കമ്പനികളെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ ഇൻവെസ്റ്റേഴ്സിനെയും. അതുപോലെ പ്രൈസ് റിഗ്ഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെക്കുലേറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. അതായത് എ ഗ്രൂപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ബൈ ദ സെക്യൂരിറ്റീസ് ആൻഡ് ദേ വിൽ ബൈ ആൻഡ് സെൽ ദ സെക്യൂരിറ്റീസ് ദംസെൽസ് ടു പുഷ് അപ്പ് ദ പ്രൈസസ്. ഒരു കൂട്ടം സ്പെക്കുലേറ്റേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും എന്നിട്ട് അതിൻ്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട്, മനഃപൂർവ്വം അതിൻ്റെ പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കൂട്ടം സ്പെക്കുലേറ്റേഴ്സിൻ്റെ ശ്രമപരമായിട്ടുണ്ടാകുന്ന ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ് പ്രൈസ് റിഗ്ഗിങ്. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്രൈസ് റിഗ്ഗിങ്. പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആക്ടിവിറ്റിയാണ്. സോ അതിനെ കൺട്രോൾ ചെയ്യാൻ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂവിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഉള്ളിലുള്ള ബ്രോക്കേഴ്സ്, ഏജൻറ്റ്സ് അല്ലെങ്കിൽ കമ്പനീസ് ആയാലും പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അറിയാം. അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഗെയിൻ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റിയുടെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡിലേ, ലിസ്റ്റിംഗ് പിന്നെ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിലും സെറ്റിൽമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഡിലേ ആയിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ്, സെക്യൂരിറ്റീസിൻ്റെ കേസിൽ പിന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ കേസിൽ ഫെയർ ഡീലിങ്സ്, അതായത് ട്രാൻസ്പെറൻസി ഒക്കെ കുറവായിരുന്നു. ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ദ നെക്സ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്. ധാരാളം ബ്രോക്കേഴ്സ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ജോബേഴ്സായിട്ടും ബ്രോക്കേഴ്സായിട്ടും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പിന്നെ കൺട്രോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. സോ ഈ കാരണങ്ങളാലൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു സെപ്പറേറ്റ് ഏജൻസി, ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡെവലപ്പ് ചെയ്യണം, ഒരു റെഗുലേറ്ററി ബോഡി വേണം എന്നുള്ളത് തീരുമാനിച്ചത്. അങ്ങനെ സെബി നിലവിൽ വന്നു. ഓക്കെ, സോ കം ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. Main objective of SEBI is to protect the interest of investors and ensure safety of their investment. ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്.
അതായത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷനിലൂടെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് വരികയും അതുവഴി സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആവുകയും ചെയ്യുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് ഒബ്ജക്റ്റീവാണ്. തേർഡ് ഒബ്ജക്റ്റീവ് ടു പ്രിവെൻറ്റ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. നമ്മളിപ്പോൾ പറഞ്ഞ ഇൻസൈഡർ ട്രേഡിംഗ് പോലെ അല്ലെങ്കിൽ പ്രൈസ് റിഗിംഗ് പോലെയുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ദെൻ ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇൻ്റർമീഡിയറീസ്. ഓക്കെ, ബ്രോക്കേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബ്രോക്കേഴ്സിനെ, അണ്ടർറൈറ്റേഴ്സിനെ, മെർച്ചൻറ്റ് ബാങ്കേഴ്സിനെ ഒക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ഒബ്ജക്റ്റീവ്. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോർഡിൽ ആരൊക്കെയാണുള്ളത്? ഒന്ന് ചെയർമാൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ചെയർമാനായിട്ടുണ്ടാവുക. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പർ ഒഫീഷ്യൽ ഉണ്ടായിരിക്കും ഒരു മെമ്പറായിട്ട്. ദെൻ ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. Then 5 other members of whom at least 3 shall be whole-time members appointed by the central government. Central government appoint ചെയ്യുന്ന 5 members ഉണ്ടായിരിക്കും. അതിൽ 3 members full-time members ആയിരിക്കണം. Okay. So the chairman and other members of the board are chosen from amongst the persons of ability, integrity, standing, who have shown capacity in dealing with the problems relating to securities market, which in the opinion of central government shall be useful to the board. So board of directors ഈ പറയുന്ന മെമ്പേഴ്സിനൊക്കെ കറക്റ്റായിട്ട് അവരുടെ എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവരുടെ കപ്പാസിറ്റി അതൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സെബി. സെബിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റ് റെഗുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡെറിവേറ്റീവ്സ് ആൻഡ് ന്യൂ പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കോർപ്പറേഷൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റഗ്രേറ്റഡ് സർവൈലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ലീഗൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻക്വയറീസ് ആൻഡ് അഡ്ജുഡിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, Office of Investor Assistance and Education, then General Service Department, Department of Economic and Policy Analysis, then Office of the Chairman, Information Technology Department, then Regional Offices. സോ ഇത്രയാണ് സെബിയുടെ മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ വരുന്നത്. ഓക്കെ, then come to the important point, functions of SEBI. What are the main functions of SEBI? There are mainly 3 functions of SEBI: regulatory functions, developmental functions, protective function. So first one, regulatory function. എന്താണ് റെഗുലേറ്ററി ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ സെബി ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബിസിനസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയും സബ് ബ്രോക്കേഴ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, മറ്റുള്ള ഇൻ്റർമീഡിയറീസ് എന്നിവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്, അവരുടെ രജിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെ സെബിയാണ്. ദെൻ റെഗുലേഷൻ ഓഫ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, ദെൻ പ്രൊഹിബിഷൻ ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് ഇൻസൈഡർ ട്രേഡിംഗ്, ദെൻ റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. കമ്പനികൾ തമ്മിൽ ടേക്ക് ഓവർ ഉണ്ടാവുകയാണെങ്കിൽ, അക്വിസിഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. ദെൻ കളക്ടിങ് എൻക്വയറീസ് ആൻഡ് ഓഡിറ്റ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതർ അസോസിയേറ്റഡ് വിത്ത് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസോ അല്ലെങ്കിൽ ഓഡിറ്റ്സുകളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ അതിനെ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. സോ സെബിയുടെ റെഗുലേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പ്രൈമറി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സെക്കൻഡറി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ബ്രോക്കേഴ്സ് ഉണ്ട്, ബാങ്കേഴ്സ്, ഇതിൽ വരുന്ന ഇൻ്റർമീഡിയറീസ്, ഡെപ്പോസിറ്റ് ആൻഡ് പാർട്ടിസിപ്പൻറ്റ്, അങ്ങനെ എല്ലാവരെയും സെബി കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസിൽ പറയുന്നത് സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന്, അതിന് നമ്മൾ പറഞ്ഞു ഡെവലപ്മെൻറ്റിന് ആദ്യം കൊടുക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സിന് എഡ്യൂക്കേഷനാണ്. ഓക്കെ, പ്രൊമോട്ട് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ടു ഇൻക്രീസ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അവർ കൂടുതലായിട്ട് സെക്കൻഡറി മാർക്കറ്റിൽ വരണമെങ്കിൽ അവർക്ക് ആദ്യം എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ അങ്ങനെ ഒരു ഫങ്ഷൻ സെബി ചെയ്യുന്നുണ്ട്.
അതുപോലെ ബ്രോക്കേഴ്സിനെയും സബ് ബ്രോക്കേഴ്സിനും ഒക്കെ മറ്റുള്ള ഇൻ്റർമീഡിയറീസിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ദെൻ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, മാർക്കറ്റ് ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുക, മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റ് ഇൻഫർമേഷൻ അതാത് സമയത്ത് പബ്ലിഷ് ചെയ്യുക. പിന്നെ പ്രൊമോട്ടിങ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്, സെൽഫ് റെഗുലേറ്ററി സ്വയം കൺട്രോളുള്ള ചില ഓർഗനൈസേഷൻസ് ഈ സെബിയുടെ അണ്ടറിൽ ഫോം ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെ വഴി ഡെവലപ്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആകുന്നു. സോ ദീസ് ആർ ദ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്. പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനിൽ ആദ്യം പ്രൈസ് റിഗ്ഗിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് റിഗ്ഗിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ദ പ്രാക്ടീസ് ഓഫ് ഇൻഫ്ലാറ്റിംഗ് ദ പ്രൈസ് ഓഫ് സ്റ്റോക്ക് or enhancing their quoted value by a system of pretended purchases, creating an unusual demand for such stock. ഒരു കൂട്ടം സ്പെക്കുലേറ്റേഴ്സ് മനഃപൂർവ്വം കുറച്ച് ഷെയർസ് വാങ്ങിയിട്ട് അവർ തമ്മിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു പ്രൈസ്, ഇൻഫ്ലാറ്റഡ് പ്രൈസ് ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സിനെയാണ് പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ ഇൻസൈഡർ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നു. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എംപ്ലോയീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ്, മറ്റേ കമ്പനിയുടെ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് ട്രേഡിങ് നടത്തുന്നു. അതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ശരിക്കും അത് സെബി പൂർണ്ണമായിട്ടും ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നു. ദെൻ മറ്റുള്ള അൺഫെയർ അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ട്രേഡ് പ്രാക്ടീസുകളൊക്കെ പ്രോഹിബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫെയർ പ്രാക്ടീസുകളും കോഡ് ഓഫ് കണ്ടക്റ്റുകളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതാണ്. അതായത് 3 റെഗുലേറ്ററി ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ആണ് സെബിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇൻസൈഡർ ട്രേഡിങ്ങിനും ഫ്രോഡുലൻ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനും ഒക്കെ പെനാലിറ്റി ഉണ്ട്. ശരിക്കും 25 crore rupees അല്ലെങ്കിൽ 3 times ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് മെയ്ഡ്. എത്രയാണോ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൻ്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 25 crore ആയിരുന്നു. ഇതിലേതാണോ കൂടുതൽ വരുന്നത് അതാണ് അവർക്കുണ്ടായിരുന്ന പെനാലിറ്റി. സോ പിന്നെ ഇങ്ങനെയൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കൺട്രോൾ വെക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും സെക്കൻഡറി മാർക്കറ്റിലുള്ള ഈ പ്രൈസ് റിഗ്ഗിങ്ങും അതേപോലെയുള്ള ഇൻസൈഡർ ട്രേഡിംഗ് പോലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ സെബിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് കം ടു ദ പവേഴ്സ് ഓഫ് സെബി. എന്തൊക്കെ പവറുകളാണ് സെബിക്കുള്ളത്? നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഫങ്ഷൻസൊക്കെ സ്മൂത്തായിട്ട് പിന്നെ എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെബിക്ക് കുറേ പവേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ സെബിക്ക് കൊടുക്കുന്ന പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പവർ ഓഫ് സിവിൽ കോർട്ട്. ഓക്കെ, ഡിസിഷൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ അതിനെ പെനാലിറ്റി ഇമ്പോസ് ചെയ്യാനുള്ള ഒക്കെ പവർ ഉണ്ട്. ദെൻ പവർ ടു സസ്പെൻഡ് ട്രേഡിംഗ് ഓഫ് എനി സെക്യൂരിറ്റി ഇൻ ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടത്തുന്ന ഏതൊരു സെക്യൂരിറ്റിയുടെ ട്രേഡിങ്ങും ഏത് നിമിഷം വേണമെങ്കിലും സസ്പെൻഡ് ചെയ്യാനുള്ള പവർ സെബിക്കുണ്ട്. അതുപോലെ പവർ ടു റീസ്ട്രെയിൻ പേഴ്സൺസ് ഫ്രം ആക്സസിങ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. പിന്നെ ചില ആളുകൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യിക്കാതെ അല്ലെങ്കിൽ അവരെ തടയാൻ വേണ്ടിയിട്ട് പറ്റും. പവേഴ്സ് ടു റെഗുലേറ്റ് ഓർ പ്രോഹിബിറ്റ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്, ഓഫർ ഡോക്യുമെൻറ്റ് ഓർ അഡ്വർടൈസ്മെൻറ്റ് സോളിസിറ്റിംഗ് മണി ഫോർ ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്, മറ്റുള്ള ഡോക്യുമെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുവാൻ സാധിക്കും. ടു അപ്രൂവ് ബൈലോസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ടു റിക്വയർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു അമെൻഡ് ദെയർ ബൈലോസ്. അവരുടെ ബൈലോസുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബൈലോസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവറുണ്ട്. ദെൻ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, then inspect the book of accounts and call for periodical returns from recognized stock exchange. സെബിയുടെ അണ്ടറിലുള്ള ഇഷ്ടംപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നൊക്കെ അവരുടെ റിട്ടേൺസും അതുപോലെ ബുക്ക് ഓഫ് അക്കൗണ്ട്സുകളൊക്കെ ചെക്ക് ചെയ്യാനും ഇൻസ്പെക്റ്റ് ചെയ്യാനൊക്കെയുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ സെബിക്കുണ്ട്. ദെൻ ഇൻസ്പെക്ട് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇതിൽ വർക്ക് ചെയ്യുന്ന ബ്രോക്കേഴ്സ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അങ്ങനെയുള്ള ഇൻ്റർമീഡിയറീസിൻ്റെ ഒക്കെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ദെൻ പവർ ടു cancel certificate, then impose penalties and adjudication, and power to make regulations, and power to prohibit the manipulative and deceptive devices, insider trading, substantial acquisition of securities or control. അങ്ങനെയുള്ള പ്രോഹിബിറ്റ് ആക്ടിവിറ്റീസിനെ
ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസിനെയൊക്കെ പ്രോഹിബിറ്റ് ചെയ്യാനുള്ള പവർ സെബിക്ക് ഉണ്ട്. സോ ദീസ് ആർ ദ പവേഴ്സ് ഓഫ് സെബി. സെബിക്ക് ശരിക്കും പറഞ്ഞ ഒരു സിവിൽ കോർട്ടിൻ്റെ ഏറ്റവും അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ സെക്കൻഡറി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് സെബി. ലീഗൽ ഫ്രെയിംവർക്ക് പറയുകയാണെങ്കിൽ ആദ്യം ഇപ്പോൾ നിൽക്കുന്നത് സെബി ആക്ട് 1992 ആണ്. അതിന് മുന്നേ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956 ഉണ്ടായിരുന്നു. അതുപോലെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ റൂൾസ് 1957 ഉണ്ട്. ഡെപ്പോസിറ്ററി ആക്ട് 1996 ഉണ്ട്. അതായത് ഡെപ്പോസിറ്ററി ആക്ട് പിന്നെ പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്ററീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് സെക്യൂരിറ്റീസ് പേപ്പർലെസ് ഫോർമാറ്റിലേക്ക്, സ്ക്രിപ്റ്റ്ലെസ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ആ ഒരു സർവീസിനെയാണ് ഡെപ്പോസിറ്ററി സർവീസസ് എന്ന് പറയുന്നത്. അതിനായിട്ട് ബന്ധപ്പെട്ട ആക്റ്റാണ് ഡെപ്പോസിറ്ററീസ് ആക്ട്. അത് 2014 അമെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ സെബി ആക്ട് 1992 പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇൻകോർപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സെബി, പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെബി, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, രജിസ്ട്രേഷൻ ഓഫ് ഇൻ്റർമീഡിയറി, പെനാലിറ്റീസ്, ഡിസ്പ്യൂട്ട് മെക്കാനിസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെബി ആക്റ്റിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് നോക്കുക. 1956 ഫോം ചെയ്തിട്ടുള്ള SCRA ആക്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റെക്കഗ്നിഷൻ, ഫ്രെയിമിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റൂൾസ്, ദെൻ സൂപ്പർസീഡിംഗ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പ്രിവെൻറ്റിംഗ് അൺഓതറൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, prohibition of contract outside a stock exchange, appeal to the Securities Appellate Tribunal against refusal of a stock exchange to the list of securities of a public company. ഒരു പബ്ലിക് കമ്പനീൻ്റെ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിൽ ഉള്ള ആ സെക്യൂരിറ്റീസിന് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ ട്രൈബ്യൂണൽ അതിൻ്റെ പരിഹരിക്കാനൊക്കെയുള്ള റൈറ്റ് SCRA ഒക്കെയാണുള്ളത്. സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട്. ഇനി സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ റൂൾസ് ഉണ്ട് 1957 ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ടു ബി എ മെമ്പർ ഓഫ് എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ക്വാളിഫിക്കേഷനാണ് ക്വാളിഫിക്കേഷൻ ടു ബി എ മെമ്പർ ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർ ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ റൂൾസിൽ പറയുന്നുണ്ട്. സെബി നോമിനേറ്റ്സ് ഫോർ ഗവേണിംഗ് ബോഡി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്, റിക്വയർസ് ഫോർ ലിസ്റ്റിംഗ് ഓൺ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സെബി റൂൾസ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഡെപ്പോസിറ്ററി ആക്ട് ആണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ, ഡെപ്പോസിറ്ററീസിൻ്റെ രജിസ്ട്രേഷൻ. നമുക്കറിയാം ഇന്ത്യയിൽ 2 ഡെപ്പോസിറ്ററീസ് ആണുള്ളത്, NSDL-ഉം CDSL-ഉം. സോ ഇതിൻ്റെ രജിസ്ട്രേഷൻ, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ രജിസ്ട്രേഷൻ, നമ്മൾ പറഞ്ഞിരുന്നു ആർക്കൊക്കെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആകാം, അവരെയൊക്കെ പിന്നെ അവരുടെ രജിസ്ട്രേഷൻ, ദെൻ പ്രോസസ് ഓഫ് സറണ്ടറിങ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസ്, ദെൻ പ്രൊസീജിയർ ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ, ക്രിയേഷൻ, പ്ലഡ്ജ് ആൻഡ് ഹൈപ്പോത്തിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെപ്പോസിറ്ററീസിൻ്റെ സർവീസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതിനുള്ള ആക്റ്റാണ് ഡെപ്പോസിറ്ററീസ് ആക്ട് 1996. സോ ഇത്രയുമാണ് സെബിയുടെ ലീഗൽ ഫ്രെയിംവർക്ക് പറയുന്നത്. സെബിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗമുള്ള ആക്റ്റുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. ദെൻ എന്താണ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് മെയിനായിട്ട് സെബി എയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻ ഇൻവെസ്റ്റർ എൻജോയ് ഇൻവെസ്റ്റിംഗ് ഇഫ് ഹി നോ ഹൗ ടു ഇൻവെസ്റ്റ്, ഹി ഹാസ് ഫുൾ നോളജ് ഓഫ് ദി മാർക്കറ്റ്, the market is safe and there are no malpractices, there are arrangements for redressal in the case of grievances. ഓക്കെ, ഒരു ഇൻവെസ്റ്റർ എപ്പോഴാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരിക അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വരിക? അയാൾക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അറിയുകയാണെങ്കിൽ, മാർക്കറ്റിനെ കുറിച്ച് അറിയാമെങ്കിൽ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആകും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ, മറ്റുള്ള മൽ പ്രാക്ടീസുകളൊന്നും ഇല്ല, ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെയൊക്കെ പരിഹരിക്കാൻ ആപ്റ്റായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുക. സോ അതുകൊണ്ട് സെബിയുടെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ സ്ട്രാറ്റജിക്ക് 4 എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. ഓക്കെ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവെയർ ആക്കുക. അതായത്
build the capacity of the investors through education and awareness to enable the investor to take informed investment decision. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുക, അവെയർനെസ് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക, ദെൻ അവരുടെ പിന്നെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ പൂർണ്ണമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇറ്റ് പബ്ലിഷസ് വാരിയസ് കൈൻഡ്സ് ഓഫ് കോഷൻസ് ത്രൂ മീഡിയ വഴി ശ്രദ്ധ ആകർഷിപ്പിക്കുന്ന പല കാര്യങ്ങളും ഷെയർ ചെയ്യുക. ദെൻ ഇറ്റ് റെസ്പോൺസ് ടു ദ ക്വറീസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ത്രൂ ടെലഫോൺ, ഇമെയിൽ, ലെറ്റേഴ്സ് ആൻഡ് ഇൻ പേഴ്സൺ ഫോർ ദോസ് ഹു വിസിറ്റ് ദ സെബി ഓഫീസ്. സെബി ഓഫീസിൽ കോൺടാക്ട് ചെയ്യുന്ന ഏതൊരു ഇൻവെസ്റ്റർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഏതർ ടെലഫോൺ വഴി അല്ലെങ്കിൽ മെയിൽ വഴി അല്ലെങ്കിൽ ലെറ്റേഴ്സ് വഴി അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നേരിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാം. സോ അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ആണ്. ദെൻ സെക്കൻഡ് വൺ, സെബി ഹാസ് അഡോപ്റ്റഡ് ഡിസ്ക്ലോഷർ ബേസ്ഡ് റെഗുലേറ്ററി റെജീം. അതായത് ഇഷ്യൂസ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡിസ്ക്ലോസ് ദ റെലവൻറ്റ് ഡീറ്റെയിൽസ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെബി പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് കമ്പനികൾ, അതായത് കമ്പനികൾ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ് ആണ് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റിനെ കുറിച്ചായാലും അവരെ കമ്പനിയെ കുറിച്ചായാലും മാർക്കറ്റിനെ കുറിച്ചായാലും എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നത് ആ കമ്പനീസ് ആയിരിക്കും അല്ലെങ്കിൽ അതായത് ഇൻ്റർമീഡിയറീസ് ആയിരിക്കും. സോ അവർ അതാത് സമയത്ത് പ്രോപ്പറായിട്ട് പിന്നെ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലേ, അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിന് മേക്ക് അവൈലബിൾ എവറി ഡീറ്റെയിൽ റെലവൻറ്റ് ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പബ്ലിക് ഡൊമൈൻ. ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എത്തുന്നില്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അത് പബ്ലിക്കിന് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പിന്നെ ഇൻവെസ്റ്ററെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദ നെക്സ്റ്റ് വൺ, എൻഷുവർ ദാറ്റ് ദ മാർക്കറ്റ് ഹാസ് സിസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് മേക്ക് ദ ട്രാൻസാക്ഷൻ സേഫ്. അതായത് ഇതിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് സേഫ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം, ഓൺലൈൻ ട്രേഡിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ഡിമെറ്റീരിയലൈസേഷൻ ചെയ്യുന്നുണ്ട്. T+2 റോളിംഗ് സെറ്റിൽമെൻറ്റ്, 2 ദിവസത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നടക്കുന്നില്ലേ അല്ലെങ്കിൽ അതിനായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ അതുപോലെ ഇൻ്റർമീഡിയറീസിനെയും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീലേഴ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഓൾസോ എൻഷുവേഴ്സ് ദാറ്റ് ഓൺലി ദ ഫിറ്റ് ആൻഡ് പ്രോപ്പർ പേഴ്സൺസ് ആർ അലൗഡ് ടു ഓപ്പറേറ്റ് ഇൻ ദ മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ അർഹതയില്ല അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ക്വാളിറ്റീസ് ഉള്ള ആളുകൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അവരെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക. അതുവഴി ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ ട്രാൻസാക്ഷൻസ് സേഫ് ആകും അല്ലെങ്കിൽ സേഫ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സോ അതും ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സെബി ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ് റിഡ്രസൽ ഓഫ് ഇൻവെസ്റ്റർ ഗ്രീവൻസസ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ പരാതികൾ പരിഹരിക്കുക. ഓക്കെ, അപ്പോൾ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സെല്ല് ഉണ്ടാക്കുക. പിന്നെ സെബി ഹാസ് എ കോംപ്രഹെൻസീവ് മെക്കാനിസം ടു ഫെസിലിറ്റേറ്റ് ദ റീഡ്രസൽ ഓഫ് ഇൻവെസ്റ്റർ ഗ്രീവൻസസ് എഗെയിൻസ്റ്റ് ഇൻ്റർമീഡിയറീസ് ആൻഡ് ലിസ്റ്റഡ് കമ്പനീസ്. ചിലപ്പോൾ ഇൻ്റർമീഡിയറീസിനെതിരെ പരാതികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിനെതിരെ പരാതികളുണ്ടായിരിക്കും. അതൊക്കെ പ്രോപ്പറായിട്ട് റീഡ്രസ് ചെയ്യുക. ദെൻ ഇറ്റ് ഫോളോ അപ്പ് ദ കമ്പനീസ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഹു ഡു നോട്ട് റീഡ്രസ് ദ ഇൻവെസ്റ്റർ ഗ്രീവൻസസ് ബൈ സെൻഡിങ് റിമൈൻഡേഴ്സ് ടു ദം ആൻഡ് ഹാവിങ് മീറ്റിംഗ് വിത്ത് ദം. അതായത് കമ്പനികൾ അവർക്കെതിരെ കിട്ടിയിട്ടുള്ള പരാതികൾ അവർ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യുക. ദെൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് എടുക്കുക. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാവ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഫണ്ട് ടു കോമ്പൻസേറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് വെൻ എ ബ്രോക്കർ ഈസ് ഡിക്ലെയർഡ് എ ഡിഫോൾട്ടർ. സപ്പോസ് ഒരു ബ്രോക്കറുടെ ഭാഗത്ത് നിന്ന് ഒരു ഡിഫോൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്ററിന് നഷ്ടം വന്നു. സോ ആ ഇൻവെസ്റ്ററെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി, അയാളുടെ നഷ്ടത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ വഴി അവരുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി നോക്കുക. ദെൻ ഡെപ്പോസിറ്ററി ഇൻഡെംനിഫൈസ് ദ ഇൻവെസ്റ്റേഴ്സ് ഫോർ ലോസ് ഡ്യൂ ടു നെഗ്ലിജൻസ് ഓഫ് ഡെപ്പോസിറ്ററി ഓർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വല്ല നെഗ്ലിജൻസ് കാരണം ഉണ്ടാകുന്ന ലോസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ അവർ തന്നെ ഇൻഡെംനിഫൈ ചെയ്യും.
പിന്നെ അതുപോലെ ഇവരുടെ എന്തെങ്കിലും ക്വറീസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെബിക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനും പറ്റുന്നു. പിന്നെ സെബിക്ക് കംപ്ലൈൻറ്റ് റിഡ്രസ് സെല്ലുണ്ട്. സോ ഓൺലൈനായിട്ട് സെബിയുടെ സൈറ്റിൽ തന്നെ അവർക്ക് കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനും കാണാനും വ്യൂ ചെയ്യാനുമുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രീവൻസുകൾ റീഡ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. സോ നമ്മൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ 4 കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിന് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ നോളജ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഫുൾ നോളജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരുടെ ഇഷ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ്സ് ഫുൾ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ദെൻ സേഫ് അല്ലേ, മാർക്കറ്റ് സേഫ് അല്ലേ, അല്ലെങ്കിൽ മൽ പ്രാക്ടീസസുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും മൽ പ്രാക്ടീസസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ വരികയാണെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഇങ്ങനെ 4 എലമെൻറ്റിലൂടെ സെബി ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് അല്ലെങ്കിൽ സെബിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.